ഹലോ, കൽബിൻ്റെ തീരത്തെ എന്ന് പറഞ്ഞ ഒരു സ്റ്റോറിയിലേക്ക് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒരു ലവ് സ്റ്റോറിയാണ് എന്നൊക്കെ നിങ്ങൾക്കറിയാം. ഒരു കൂട്ടുകാരൻ, അഫ്സലിൻ്റെയും ഫർസാനയുടെയും ഒരു ചെറിയ ലവ് സ്റ്റോറി. അഫ്സൽ ഒരു ഇടത്തരക്കാരനായ ഒരു കുടുംബം കൊണ്ടുപോകുന്ന ആളാണ്. അതായത് അഫ്സലിന് ഉമ്മ, ഉപ്പ, അനിയൻ, ഇത്ത, 2 അനിയത്തിമാരും 2 ഇക്കാക്കമാരും, 5 മക്കളാണ് അവരുള്ളത്. അപ്പോൾ അങ്ങനെ അഫ്സൽ പഠിക്കാൻ പോകുമ്പോൾ വഴിയോരത്ത് നിന്നും ഒരു കുട്ടിയെ പരിചയപ്പെടുന്നു. സാധാരണ ഒരു കുട്ടിയെ പരിചയപ്പെടുമ്പോൾ നമ്മൾ ആദ്യം ചിരിച്ചാൽ തിരിച്ച് ചിരിക്കും. പക്ഷേ അവരൊരുമിച്ച് ഒരു കോളേജിലേക്ക് പഠിക്കാൻ പോകുന്ന സമയത്ത് അവൾ വളരെ വലിയ സാമ്പത്തികം നല്ലൊരു ഉയർന്ന രീതിയിൽ, അതായത് വലിയൊരു കുടുംബത്തിൽ ജീവിച്ച് വരുന്നൊരു കുട്ടിയാണ്. ഫൈസലിൻ്റെയും ഹസീനയുടെയും മകളായ ഫൈസലിൻ്റെയും ഹസീനയുടെയും മകളായ ഫർസാനയ്ക്ക് 2 ഇക്കാക്കമാരും ഒരു ഇത്താത്തയുമാണ് ഉള്ളത്. അവരും അങ്ങനെ നമ്മുടെ ഈ കഥ തുടരുമ്പോൾ ഒരു ലെവലിലേക്ക് എത്തിപ്പെടണമെങ്കിൽ നല്ലൊരു കണ്ടൻറ്റ് വേണമല്ലോ അല്ലേ. ആ ലവ് സ്റ്റോറിയിലെ റൊമാൻസ് എല്ലാം ഉണ്ട്, കരച്ചിൽ എല്ലാം ഉൾപ്പെട്ടൊരു ചെറിയൊരു ലവ് സ്റ്റോറിയാണ്. അങ്ങനെ ഈ ഫർസാനയുടെ ഉമ്മ ഒരു വലിയ വീട്ടിൽപ്പെട്ടൊരു ആളാണ്. അങ്ങനെ ഫർസാനയുടെ ഉപ്പയ്ക്കും അത്യാവശ്യം നല്ലൊരു സാമ്പത്തികമായിട്ട് മുന്നോട്ട് നിൽക്കുന്ന ഒരു കുടുംബം. അങ്ങനെ ഈ അഫ്സൽ എന്ന് പറയുന്ന ആൾ ഒരു ചെറിയൊരു കുടുംബത്തിൽപ്പെട്ട ഒരു കുട്ടിയാണ്. അങ്ങനെ അഫ്സൽ ഒരുപാട് പഠിച്ച് വളർന്ന് പഠിക്കാൻ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരു കാലഘട്ടത്ത് അഫ്സലിൻ്റെ വീട് വിൽക്കേണ്ടി വന്നു. ഈ അഫ്സലിൻ്റെ വീട് വിൽക്കേണ്ടി വന്ന സമയത്ത് ഈ ഫർസാനയുടെ നാട്ടിലേക്ക്, അതായത് പാലക്കാട്ടേക്ക് അഫ്സൽ പോവുകയാണ്. 2 പേരും പാലക്കാടാണ്. പക്ഷേ അഫ്സൽ വീണ്ടും ജോലിക്ക് വേണ്ടി 2 പേരും പാലക്കാടാണെങ്കിലും ഇപ്പോൾ 2 പേരും മലപ്പുറത്ത് താമസിച്ചു കൊണ്ടിരിക്കുകയാണ്. വീണ്ടും ആ വീട് വിറ്റ് വീണ്ടും അവർ പാലക്കാട്ടേക്ക് സ്ഥലം മാറുകയാണ്. അപ്പോൾ ഈ അഫ്സലിനെ കാണാനും അവർക്ക് സംസാരിക്കാനൊന്നും കഴിയുന്നില്ല. അപ്പോൾ അവരുടെ മനസ്സിൻ്റെ ഉള്ളിലെ കഥകളാണ് ഇതിലൂടെ ഞാൻ ഉൾപ്പെടുത്താൻ പോകുന്നത്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യണം അഫ്സൽ ഫർസാന സ്റ്റോറി, റൊമാൻറ്റിക്കൽ ലവ് സ്റ്റോറി. ഓക്കെ, അസ്സലാമു അലൈക്കും.